2025 നിങ്ങൾക്ക് എങ്ങനെ? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എങ്ങനെ? 2025 പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 2025 പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു. അതോടൊപ്പം 2025 മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും, മെയ് 18 ഇടവൻ 4 രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും, കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു. ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം, ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായി തീരുന്നു. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ്. അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത്. ജാതകവശാൽ ജാതകത്തിലെ ആ വ്യക്തിയുടെ പ്രായം, നിലവിലെ ദശ അപഹാരങ്ങൾ, ആ ദശ അപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ബലാബലങ്ങൾ, ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം, ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ, ഇഷ്ട അനിഷ്ട ഭാവസ്ഥിതി, അതോടൊപ്പം അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥിതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ട ഭാവസ്ഥിതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളും അടിസ്ഥാനത്തിലും അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗബലചിന്തനത്തിൽ മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത്. അത് വ്യക്തിഗത ജാതക വിഷയമാണ്. അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഗോചര ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതിലൂടെയുള്ള തുടർന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന അഷ്ടമത്തിലെ വ്യാഴഗ്രഹസ്ഥിതി മൂലമുള്ള ദോഷങ്ങളെല്ലാം തന്നെ ഈ വ്യാഴമാറ്റത്തോടുകൂടി മാറുകയും വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും ഇവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് ഈ വർഷത്തെ പരിഗണിക്കാൻ. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ പുരോഗതി പ്രാപിക്കുകയും ഉന്നത വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും പഠന വിഷയങ്ങളിൽ അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുകയും തൊഴിൽ രഹിതർക്ക് തൊഴിൽപരമായ ലഭ്യതയും നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ നേട്ടങ്ങളും സാമ്പത്തികമായ ശമ്പള വർധനവ്, പ്രൊമോഷൻ, അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം തുടങ്ങിയ നേട്ടങ്ങളും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും പുതിയ ബിസിനസ്സുകൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലയളവുകളാണ്. അതോടൊപ്പം തന്നെ അവിവാഹിതർക്ക് വിവാഹലബ്ധിയും സന്താനരഹിതർക്ക് സന്താന ലബ്ധികളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് പറയാൻ. എങ്കിലും കമിതാക്കൾക്ക് പ്രണയലബ്ധിയും ഒരു പരിധിവരെ വിവാഹ സാധ്യതകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് പരിഗണിക്കാൻ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അഷ്ടമത്തിലെ വ്യാഴൻ്റെ ദുരിതങ്ങളെല്ലാം മാറുകയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നതോടുകൂടി എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് പറയാൻ. ഇവർക്ക് കണ്ടകശനികളോ മറ്റ് ദുരിതങ്ങളോ ഇല്ല എന്ന് വേണം പറയാൻ. ഇവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടായി വരും. ഇവർക്ക് വ്യാഴഗ്രഹത്തിൻ്റെ ഭാഗ്യസ്ഥാനസ്ഥിതി മൂലം
മറ്റ് ദോഷദുരിതങ്ങളൊന്നും തന്നെ വലുതായി അനുഭവത്തിൽ വരുന്നതല്ല. അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിത്യേനയുള്ള വഴിപാടുകളും യഥാവിധി നടത്തുക. ഈശ്വരാരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല. എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെയായി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവവേദ്യമാകുന്നതല്ല. എന്നാൽ ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദോഷദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ്. നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാ വിദ്യകളും ഒക്കെ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ, ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല. ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ച് പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളും ഒക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത്. നമ്മളുടെ കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത്. അവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ, അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല. കർമ്മമാണ് ധർമ്മം. എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ്. കർമ്മമാണ് ധർമ്മം, കർമ്മമാണ് ഈശ്വരൻ. നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമുക്ക് കർമ്മദോഷമോ കാലദോഷമോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല. കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ഗ്രഹദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതരാകുവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സ്യനെ കണ്ട് വ്യക്തിഗത ജാതക ചിന്തന നടത്തി, അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനുമൊക്കെ അനുകൂലമാണ്. പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടുകൂടിയുള്ള മന്ത്രജപങ്ങളും ഉപാസനാ രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ചു പാപമുക്തരാകാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യവർദ്ധനവിനും കാരണമായി തീരും. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.